ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എഡ്രീം ക്ലാസ് റൂം. നമ്മൾ ഇന്ന് പുതിയൊരു ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യണത്. അതായത് അപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സ് ഇൻ ബിസിനസ് ആൻഡ് എക്കണോമിക്സ്. ബിസിനസ്സിലും എക്കണോമിക്സിലും നമ്മൾ എങ്ങനെയാണ് മെട്രിക്സസ് യൂസ് ചെയ്യണത് എന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറയണത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മെട്രിക്സ് എന്താ പറഞ്ഞത്? ഇറ്റ്സ് ആൻ അറേഞ്ച്മെന്റ് ഓഫ് റോസ് ആൻഡ് കോളം. ഇവിടെ എങ്ങനെയാണ് ബിസിനസ്സിലും എക്കണോമിക്സിലും അതിൻ്റെ ഡാറ്റാസ് പ്രസൻറ്റ് ചെയ്യണത് റോയും കോളം ആക്കിയിട്ടാണ്. അതാണ് മെട്രിക്സ് എന്ന് പറയുന്നത്. എന്താണ്? സിസ്റ്റം ഓഫ് പ്രസന്റിങ് ഡാറ്റ ഇൻ ദ ഫോം ഓഫ് റോസ് ആൻഡ് കോളം. റോന്റെയും കോളത്തിൻ്റെയും രൂപത്തിൽ ഡാറ്റാസ് പ്രസന്റ് ചെയ്യുന്നതാണ് മെട്രിക്സ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ ഈ മെട്രിക്സ് ബിസിനസ്സിലും എക്കണോമിക്സിലും ഒക്കെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ പറയണത്. എന്താണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ, എങ്ങനെയാണ് നമ്മളിത് ബിസിനസ്സിലും എക്കണോമിക്സിലും ഒക്കെ മെട്രിക്സ് യൂസ് ചെയ്യുക. ആദ്യത്തേതാണ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു 3 ഫാക്ടറി ഉണ്ട്. F1, F2, F3 എന്ന് പറയുന്ന 3 ഫാക്ടറി ഉണ്ട്. അതേപോലെ തന്നെ അവിടെ 4 വെയർ ഹൗസും ഉണ്ട്. W1, W2, W3 എന്ന് പറയുന്നത്. നമ്മളോട് എന്താ ചോദിച്ചിരിക്കണത്? ഫൈൻഡ് ദ മിനിമം ആൻഡ് മാക്സിമം കോസ്റ്റ് ഫോർ ഈച്ച് ഫാക്ടറി ടു ട്രാൻസ്പോർട്ട് ഇറ്റ്സ് പ്രൊഡക്റ്റ് ടു വെയർ ഹൗസ്. ഓരോ ഫാക്ടറിയിൽ നിന്നും അതിൻ്റെ ഓരോ വെയർ ഹൗസിലേക്ക് ഓരോ പ്രൊഡക്ട്സ് ട്രാൻസ്ഫർ ചെയ്യാൻ നമുക്ക് വരുന്ന മിനിമം കോസ്റ്റും അതേപോലെ തന്നെ മാക്സിമം കോസ്റ്റും ഫൈൻഡ് ചെയ്യാനാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മളിത് ഫൈൻഡ് ചെയ്യാം? ഇതാണ് നമ്മൾ അതിനൊരു മെട്രിക്സ് രൂപത്തിൽ ഈ തന്ന ക്വസ്റ്റ്യനെ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഒരു മെട്രിക്സ് രൂപത്തിലാക്കി മാറ്റി. അതായത് ഇതെന്താണ്? വെയർ ഹൗസസ് ആണ്. ഇതെന്താണ്? ഫാക്ടറീസ് ആണ്. ഓക്കെ, നമ്മൾ എന്നിട്ട് എന്ത് ചെയ്തു? നമുക്ക് തന്നതാണ് ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. ഇതാണ് 15, 17, 20, 12, 21, 10, 17, 19, 10, 27, 18, 16. ഇതെന്താണ്? ഇതൊരു മെട്രിക്സ് രൂപത്തിലാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഉള്ളത്. ഡാറ്റാസ് ഒക്കെ എന്താണ്? മെട്രിക്സ് രൂപത്തിൽ. നമ്മൾ ഇതിലൂടെ എന്താ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിരിക്കണേ? മിനിമം കോസ്റ്റും അതേപോലെ തന്നെ മാക്സിമം കോസ്റ്റും ആണ് ഒരു പ്രൊഡക്റ്റ് അതിൻ്റെ വെയർ ഹൗസിലേക്ക് എത്തിക്കാനുള്ളത്. അതാണ് നമ്മോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിരിക്കണേ. F1ന്റെ മിനിമം കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 12 ആണ്. ഇതിൽ ഏറ്റവും ചെറിയ വാല്യൂ പറയുന്നത് എത്രയാണ്? 12 ആണ്. അപ്പൊ F1ന് വെയർ ഹൗസ് 4ക്ക് എത്തിക്കാനാണ് കുറഞ്ഞ ചെലവ് മതി. F2ന് മിനിമം ചെലവ് എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. വെയർ ഹൗസ് 2ക്ക് എത്തിക്കുമ്പോഴാണ് F2ന് ഏറ്റവും കുറഞ്ഞ ചെലവുള്ളത്. F3ക്ക് ആണെങ്കിൽ അത് 10 ആണ്. എന്നാൽ മാക്സിമം കോസ്റ്റ് F1ന്റെ മാക്സിമം കോസ്റ്റ് എത്ര? 20 ആണ്. വെയർ ഹൗസ് 3ക്ക് എത്തിക്കുമ്പോഴാണ് ഫാക്ടറിക്ക് കൂടുതൽ കോസ്റ്റ് വരുന്നത്. അതേപോലെ F2ക്ക് ആണെങ്കിൽ 21, വെയർ ഹൗസ് 21ക്ക് എത്തിക്കുമ്പോഴും F3ക്ക് ആണെങ്കിൽ 27ക്ക് എത്തിക്കുമ്പോഴാണ് കൂടുതൽ ചെലവ് വന്നിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ. ഇതേപോലത്തെ 2-3 ക്വസ്റ്റ്യൻസ് ആണ് തന്നിട്ടുള്ളത് പിന്നീടുള്ളത്. അത് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ചെയ്തു നോക്കാം. അടുത്തൊരു ടോപ്പിക്കാണ് മാർക്കറ്റ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇക്വിലിബ്രിയം. നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകൾ കൂടി ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഡിമാൻഡും സപ്ലൈയും എന്താണ്? ഈക്വൽ ആയിരിക്കും. സപ്ലൈ കൂടുതലോ ഡിമാൻഡ് കൂടുതലോ, അല്ലെങ്കിൽ സപ്ലൈ കുറവോ ഡിമാൻഡ് കുറയോ അങ്ങനെയൊന്നും അല്ല. ഇക്വിലിബ്രിയം എന്ന് പറയുന്ന പോയിന്റിൽ എന്തായിരിക്കും? ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആയിരിക്കും. അതാണ് പറയുന്നത് ഇക്വിലിബ്രിയം ഈസ് ദ ഇക്വാലിറ്റി ബിറ്റ്വീൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇക്വേഷൻസ്. ഡിമാൻഡിന്റെയും സപ്ലൈന്റെ ഇക്വേഷൻസ് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന പോയിന്റിൽ എന്താണ്? ഈക്വൽ ആണ്. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ കർവ് ഫോർ കാർ ആർ D equal to demand equal to 100 minus 6P, supply equal to 28 plus 3P, where P എന്ന് പറയുന്നത് എന്താണ്? is the price of the car. What is the quantity of car bought and sold at equilibrium? ഇക്വിലിബ്രിയത്തിൽ എങ്ങനെയാണ്, ഏത് പ്രൈസിലാണ് ആ കാറ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിക്കണത്. ഡിമാൻഡും സപ്ലൈൻ്റെയും ഒരു ഇക്വേഷൻ പോലെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. അതിൽ നിന്നും നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? പ്രൈസ് ഓഫ് എ കാർ എന്ത് ചെയ്യണം? നമ്മൾ ഫൈൻഡ് ചെയ്യണം. എങ്ങനെയാണ്? ആദ്യം ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് എന്താണ്? ഡിമാൻഡ് ഈക്വൽ ടു സപ്ലൈ. ഡിമാൻഡും സപ്ലൈ ഈക്വൽ ആണ് പോയിന്റിനെ പറയുന്ന പേരാണ് ഇക്വിലിബ്രിയം എന്നുള്ളത്. അപ്പൊ അതില് നമ്മൾ ആ ഇക്വേഷൻസ് എന്ത് ചെയ്യുക? ആദ്യം എഴുതിയെടുക്കുക. 100 minus 6P ആണ് ഡിമാൻഡിന്റെ ഇക്വേഷന്. 28 plus 3P ആണ് സപ്ലൈന്റെ ഇക്വേഷന്. അപ്പൊ എന്ത് ചെയ്തു? 100 minus 6 P ഉള്ളതൊക്കെ എന്ത് ചെയ്യുക? നമ്മൾ ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുക. ഓക്കെ, അപ്പൊ 100 minus 28 equal to 3P plus 6P. ഇതിന്റെ 3Pയും ഇതിന്റെ 6Pയും നമ്മൾ എന്ത് ചെയ്തു? ഇക്വേഷന്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പൊ 100 minus 28 എന്ന് പറയുന്നത് എത്രയാ? 72. 3P plus 6P എന്ന് പറയുന്നത് എത്രയാണ്? 9P. P നെ നമ്മൾ എന്ത് ഒരു വശത്തേക്കും കൊണ്ടുവന്നു.
അടുത്ത P ഈക്വൽ ടു 72 ഡിവൈഡ്, പിന്നെ നമ്മൾ Pനെ ഒറ്റയ്ക്ക് നിർത്തി P ഈക്വൽ ടു 72 ഡിവൈഡഡ് ബൈ 9 ഈക്വൽ ടു 8. അപ്പൊ നമുക്ക് പ്രൈസ് ഓഫ് എ കാറിന്റെ പ്രൈസ് നമുക്ക് കിട്ടി 8 ആണ് കാറിന്റെ പ്രൈസ്. ഇനി നമുക്ക് അത് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇക്വേഷനിൽ ഈ 8 അപ്ലൈ ചെയ്തിട്ട് നമ്മളെ ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആണോ അതിൽ നോക്കാം. ഇതാ നമ്മൾ ഈ പി നമ്മൾ പ്രൈസ് ഓഫ് എ കാർ 8 എന്ന് പറഞ്ഞു. അത് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഒന്ന്, അല്ലെങ്കിൽ സപ്ലൈന്റെ ഇക്വേഷനിൽ അല്ലെങ്കിൽ ഡിമാൻഡിന്റെ ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് അപ്ലൈ ചെയ്ത് കൊടുത്തു. 28 പ്ലസ് 3P ആയിരുന്നു സപ്ലൈന്റെ ഇക്വേഷൻ. അപ്പൊ 28 പ്ലസ് 3 ഇൻറ്റു 8, P8 ആണ്. അപ്പൊ നമുക്ക് 52 കിട്ടി. ഡിമാൻഡ് എന്ന് പറയുന്നത് 100 മൈനസ് 6P, 100 മൈനസ് 6 ഇൻറ്റു 8 ചെയ്യും 52. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, രണ്ടും എന്താണ്, ഈക്വൽ ആണ്. ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എത്രയാണ്, P എന്ന് പറയുന്ന പ്രൈസിൽ, അതായത് 8 എന്ന് പറയുന്ന പ്രൈസിൽ അവിടുത്തെ ക്വാണ്ടിറ്റി, സപ്ലൈൻ്റെ ഡിമാൻഡിന്റെ ക്വാണ്ടിറ്റി എന്താണ്, സെയിം ആണ്. എത്രയാണത്, 52. ദസ് ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത് 8 ആണ്. ആ ഇക്വിലിബ്രിയം ഡിമാൻഡ് സപ്ലൈന്റെയും ഇക്വിലിബ്രിയം പോയിന്റിലുള്ള പ്രൈസ് 8 ആണ്. അവിടുത്തെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 52 ആണ്. അടുത്തൊരു പോയിന്റ് നോക്കാം. ദ ഡിമാൻഡ് ഫോർ ആൻഡ് ദ സപ്ലൈ ഓഫ് എ കോമഡിറ്റി ആർ നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ അതർ ഫാക്ടർ സച്ച് ആസ് പ്രൈസസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ആൻഡ് കോംപ്ലിമെന്ററി ഗുഡ്സ്. കോംപ്ലിമെന്ററി ഗുഡ്സ് അല്ലെങ്കിൽ പ്രൈസസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, അത് മറ്റു പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാവൂലേ, അതിൻ്റെ ഒന്നും ഡിമാൻഡും അതൊന്നും എന്ത് ചെയ്യില്ല, ഡിമാൻഡിൻ്റെയും സപ്ലൈനെയും ബാധിക്കുന്ന ഫാക്ടേഴ്സ് അല്ല എന്നാണ് പറയുന്നത്. ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് എ കോമഡിറ്റി, ഒരു കോമഡിറ്റിൻ്റെ ഡിമാൻഡും സപ്ലൈ ഒന്നും ഈ സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ അല്ലെങ്കിൽ കോംപ്ലിമെന്ററി ഗുഡ്സിൻ്റെ ഒന്നും ഫാക്ടേഴ്സ് എന്ത് ചെയ്യില്ല, അതിൻ്റെ ഒന്നും പ്രൈസസ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്ത് ചെയ്യില്ല, അഫക്റ്റ് ചെയ്യില്ല എന്നാണ് പറയണത്. ഇനി അടുത്തൊരു ഹെഡിങ് നോക്കാം, നാഷണൽ ഇൻകം മോഡൽ. നാഷണൽ ഇൻകം മോഡൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് നാഷണൽ ഇൻകം മോഡൽ എന്ന് പറയുന്നത് മെട്രിക്സ് ആൾജിബ്ര അപ്ലൈ ചെയ്യാനുള്ള വേറൊന്നാണ്. നമ്മൾ മെട്രിക്സ് ആൾജിബ്രയും ഗ്രാമേഴ്സ് റൂളും ഒക്കെ ചെയ്തിട്ടില്ലേ മുമ്പ്, അതേപോലെ തന്നെ ഈ നാഷണൽ ഇൻകത്തിൽ എങ്ങനെയാണ് നമ്മൾ മെട്രിക്സ് ആൾജിബ്രയൊക്കെ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ്. ഒരു ഇതാണ് കമ്പ്യൂട്ടേഷൻ ഓഫ് ഇക്വിലിബ്രിയം നാഷണൽ ഇൻകം. എങ്ങനെയാണ് ഇക്വിലിബ്രിയത്തിലെ നാഷണൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യണത്. ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, y ഈക്വൽ ടു C പ്ലസ് I0, C is equal to A പ്ലസ് BY. അങ്ങനെ രണ്ട് ഇക്വേഷൻ ഉണ്ട്. Y എന്ന് പറഞ്ഞാൽ എന്താണ്, നാഷണൽ ഇൻകം ആണ്. C എന്ന് പറയുന്നത് കൺസംഷൻ ആണ്, അതായത് നമ്മൾ എത്ര ചെലവഴിക്കുന്നു എന്നുള്ളതാണ്. I0 എന്ന് പറയുന്നത് എന്താണ്, ഓട്ടോണോമസ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. A ആൻഡ് B എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂസ് ആണ്. അടുത്തൊരു പോയിന്റ് ആണ്, ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓഫ് ദ എക്കണോമി ഇൻകേർഡ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ് ഈസ് ഈക്വൽ ടു ദ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ. അതായത് നമുക്ക് മൊത്തത്തിൽ വന്നിട്ടുള്ള ചെലവ്, അത് ഒരു എക്കണോമിക്ക് ഗുഡ്സും സർവീസസും ഒക്കെ വാങ്ങിയിട്ട് അവർക്ക് മൊത്തത്തിൽ വന്നിട്ടുള്ള ചെലവ് എന്തിനോട് ഈക്വൽ ആണ്, നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചറിന്റെയും കൺസംഷൻ എക്സ്പെൻഡിച്ചറിനുമായിട്ട് നമുക്ക് വന്നിട്ടുള്ള ചെലവ് എന്താണ്, ഈക്വൽ ആണെന്നാണ് പറയണത്. അടുത്താണ് നമുക്കൊരു ക്വസ്റ്റ്യൻ അല്ല, ഒരു ക്വസ്റ്റ്യന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഇതാണ്. അതിന് മുമ്പ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ഒരു ആൾജിബ്രായിക് ഫോമിൽ നമ്മൾ എങ്ങനെയാണ് ഒരു നാഷണൽ ഇൻകം കാണാന്നുള്ളതാണ്. അതിന്റെ രീതിയാണ് പറയണത്. To compute the value of income and consumption at equilibrium, we rearrange 1 and 2 as follows. നമ്മൾ പറഞ്ഞു, ഇതാണ് നമ്മൾ ഇതിന്റെ ഇക്വിലിബ്രിയത്തിലുള്ള നാഷണൽ ഇൻകം കാണാൻ ഇക്വേഷൻ ഇങ്ങനെ 1ഉം 2 എന്ന് പറഞ്ഞിട്ട് ആ ഇക്വേഷൻ ആണ്. ആ ഇക്വേഷനെ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്തിട്ട് നമ്മൾ ആ രണ്ട് ഇക്വേഷനെ ഇങ്ങനെ 3ഉം 4ഉം ആയിട്ടുള്ള ഈ രണ്ട് ഇക്വേഷൻ ആയിട്ട് അതിനെ മാറ്റാണ്. y മൈനസ് C ഈക്വൽ ടു I0 മൈനസ് BY പ്ലസ് C is equal to A. ഇങ്ങനെ രണ്ട് ഇക്വേഷൻ ആയിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്തു, മാറ്റി. ഇനി അടുത്താണ് റൈറ്റ് ഇറ്റ് ഇൻ എ മാട്രിക്സ് ഫോം വി ഗെറ്റ്. നമ്മൾ ഈ തന്ന 3ഉം 4ഉം ഉള്ള ആ ഇക്വേഷനെ നമ്മളൊരു മെട്രിക്സിന്റെ രൂപമാക്കി മാറ്റുകയാണ്. അപ്പൊ എങ്ങനെയാണ്, y എന്ന് പറയുന്നത് എന്താണ്, 1 നല്ല അർത്ഥം. yന്റെ അവിടെ 2y 3y അങ്ങനെയൊന്നുമില്ലല്ലോ, അപ്പൊ വെറും y ഉള്ളു, അപ്പൊ എന്താണ് 1 എന്ന് അർത്ഥം. അതേപോലെ സിയും, അപ്പൊ 1 C എന്ന് പറയുന്നത് ഇങ്ങനെ മൈനസ് C അല്ല, അപ്പൊ -1 മൈനസ് BY. y നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു കോൺസ്റ്റന്റ് ഒരു വാല്യൂ ആയിട്ട് പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പൊ മൈനസ് BC എന്ന് പറയുന്നത് 1. അപ്പോ അതിന് നമ്മൾ എന്ത് ചെയ്തു, ഒരു 2/2 മെട്രിക്സ് ആക്കി അതിനെ അങ്ങനെ മാറ്റി. ദെൻ y C നെ എന്ത് ചെയ്തു, അങ്ങനെ കോൺസ്റ്റന്റ് ആക്കി മാറ്റി. ദെൻ ഈക്വൽ ടു I0 A. ഓക്കെ, ഇനി ഇതിന് നമ്മൾ ഇങ്ങനത്തെ രൂപത്തിലല്ലെങ്കിൽ പിന്നെ നമ്മൾ വേറെ രീതിയിൽ എഴുതുന്നതാണ്. y ഈക്വൽ ടു 1 -1 മൈനസ് B1 I0 A. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇക്വിലിബ്രിയത്തിലുള്ള ഇക്വേഷൻ എന്ന് പറയണത്.
We can obtain equilibrium y as well as c from phi either by Cramer's rule or matrix inversion method. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള മാട്രിക്സ് ഇൻവേർഷൻ മെത്തേഡിലോ അല്ലെങ്കിൽ ഗ്രാമേഴ്സ് റൂളിലോ ഈ ഇക്വേഷൻ 5 വെച്ച് നമ്മൾ അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നാച്ചുറൽ ഇൻകം അറ്റ് ഇക്വിലിബ്രിയത്തിലുള്ള നാച്ചുറൽ ഇൻകം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഫൈൻഡ് ചെയ്യാം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. When c is equal to 20 plus 0.5y, I equal to 50 and g equal to 10, find ni. നാച്ചുറൽ ഇൻകം കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? തന്നതുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് എടുത്തെഴുതുക. ദെൻ നമുക്ക് അറിയണ കാര്യമാണ് y എന്ന് പറയുന്നത്, നാഷണൽ ഇൻകം എന്ന് പറയുന്നത് കൺസെപ്ഷനും ഇൻവെസ്റ്റ്മെന്റും അതേപോലെ തന്നെ ഇതും കൂടി ചേർന്നാണ് ഇത് നാഷണൽ ഇൻകം എന്ന് പറയണത്. അപ്പൊ മൂന്ന് എന്ത് ചെയ്യുക? നമ്മൾ അതുപോലെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്തു. y ഈക്വൽ ടു 20 പ്ലസ് 0.5y പ്ലസ് 50 പ്ലസ് 10 ആണ് എന്ത്? നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ y നമ്മൾ എന്ത് ചെയ്യുക? ഈ ഇക്വേഷൻസ് എങ്ങനെ കുറച്ച് കൊണ്ടുവരാം. എങ്ങനെയാണ്? വൈന് എന്ത് ചെയ്ത് ആദ്യം ഇക്വേഷന്റെ അപ്പുറത്തേക്ക് നമ്മൾ എന്ത് കൊടുത്തു? y മൈനസ് 0.5y, വൈനൊക്കെ നമ്മൾ ഇക്വേഷന്റെ അപ്പുറത്തേക്ക് എടുത്തു. അതേപോലെ തന്നെ 50 പ്ലസ് 10 പ്ലസ് 20 നമ്മൾ എന്ത് ചെയ്തു? ഇക്വേഷന്റെ അപ്പുറത്തേക്ക് 80 ആക്കി എഴുതി. ഇനി എന്താ y ഇൻറ്റു 1 മൈനസ് 0.5 ഈക്വൽ ടു 80, y ഈക്വൽ ടു 0.5 ഈക്വൽ ടു 80, y ഈക്വൽ ടു 80 ഡിവൈഡ് ബൈ 0.5, y ഈക്വൽ ടു 60. നമുക്ക് നാഷണൽ ഇൻകം കിട്ടി. ഇങ്ങനെ കുറച്ച് കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ നാഷണൽ ഇൻകം കിട്ടി. എത്രയാണ്? 160 ആണ് നാഷണൽ ഇൻകം. ഇത്രയുള്ള നാഷണൽ ഇൻകത്തിന്റെ കാര്യം പറയണത്. അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ്. ഓക്കെ, ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ് ആണ് നെക്സ്റ്റ് പറയണത്. ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ് എന്ന് പറയുന്നത് എന്താണ്? ഈസ് അനദർ ഏരിയ വേർ മെട്രിക്സ് ആൾജിബ്ര ബിക്കംസ് ഹാൻഡി ഇൻ ദ ഡെറിവേഷൻ ഓഫ് റിസൾട്ട്സ്. മെട്രിക്സ് ആൾജിബ്ര ഉപയോഗിക്കുന്ന റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെട്രിക്സ് ആൾജിബ്ര ഉപയോഗിക്കുന്ന മറ്റൊന്നാണ് എന്ത്? ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ഇന്റർ ഇൻഡസ്ട്രി അനാലിസിസ് എന്നും പറയും. ഓക്കെ, ഇതെന്താണ്? വേരിയസ് ഇൻഡസ്ട്രീസ് തമ്മിലുള്ള ഇന്റർ റിലേഷൻഷിപ്പും ഇന്റർ ഡിപ്പെൻഡൻസും ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ് എന്ത് ചെയ്യുന്നത്? പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആണ് എന്ത്? എക്സാമ്പിൾ പറയേണ്ടത് ഇൻ ദ ടു ഇൻഡസ്ട്രി മോഡൽ, കോൾ ഈസ് ആൻ ഇൻപുട്ട് ഫോർ സ്റ്റീൽ ഇൻഡസ്ട്രി ആൻഡ് സ്റ്റീൽ ഈസ് ആൻ ഇൻപുട്ട് ഫോർ കോൾ ഇൻഡസ്ട്രി. അതായത് രണ്ട് ഇൻഡസ്ട്രികൾ തമ്മിൽ ഇന്റർ റിലേഷൻ ആണെന്നാണ് പറയണത്. ഒന്നെന്താണ്? കോൾ ഇൻഡസ്ട്രി എന്ന് പറയണത്. ടു ഇൻഡസ്ട്രി മോഡലിൽ കോൾ എന്ന് പറയുന്നത് സ്റ്റീൽ ഇൻഡസ്ട്രീൻ്റെ ഇൻപുട്ടാണ്. അതേപോലെ സ്റ്റീലിൻ്റെ ഇൻപുട്ടാണ് എന്ത്? കോൾ ഇൻഡസ്ട്രി എന്ന് പറയണത്. അപ്പോൾ രണ്ടിൻ്റെ ഔട്ട്പുട്ട് എന്താണ്? ബോത്ത് ആർ ദ ഔട്ട്പുട്ട് ഓഫ് റെസ്പെക്റ്റീവ് ഇൻഡസ്ട്രി. രണ്ട് ഇൻഡസ്ട്രീൻ്റെയും ഔട്ട്പുട്ടാണ് എന്തും സ്റ്റീലും കോളും എന്ന് പറയണത്. അപ്പോൾ എന്താണ്? രണ്ട് ഇൻഡസ്ട്രീസ് എന്താണ്? റിലേഷൻഷിപ്പ് ഉണ്ടെന്നാണ് പറയണേ. അടുത്തതിൻ്റെ അസംഷൻസ് ആണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസിൻ്റെ അസംഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ എക്കണോമി ഈസ് ഡിവൈഡ് ഇൻടു ഫൈനൈറ്റ് നമ്പർ ഓഫ് സെക്ടേഴ്സ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഫോളോയിങ് അസംഷൻസ്. താഴെ പറയുന്ന അസംഷൻസ് പ്രകാരം എക്കണോമീസ് ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് സെക്ടർ അല്ലെങ്കിൽ ഇൻഡസ്ട്രി ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് അസംഷൻസ്? ഒന്നെന്താണ്? ഈച്ച് ഇൻഡസ്ട്രി പ്രൊഡ്യൂസസ് ഓൺലി വൺ ഹോമോജീനിയസ് പ്രൊഡക്റ്റ്. ഓരോ ഇൻഡസ്ട്രിയും ഒരു ഹോമോജീനിയസ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ്, അതായത് ഐഡന്റിക്കൽ പ്രൊഡക്ട്സ് മാത്രമേ എന്തേ ഉള്ളൂ ഓരോ ഇൻഡസ്ട്രിയും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സെയിം പ്രൊഡക്റ്റ്, ഹോമോജീനിയസ് പ്രൊഡക്റ്റ് എന്നാൽ എന്താണ്? സെയിം പ്രൊഡക്റ്റ്, സൈസും കളറൊക്കെ എന്തായിരിക്കും? അതിൻ്റെ സെയിം ആയിരിക്കും. അടുത്താണ് പ്രൊഡക്ഷൻ ഓഫ് ഈച്ച് സെക്ടർ ഈസ് സബ്ജക്റ്റ് ടു കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ. ഓരോ പ്രൊഡക്ട്സിനും അതിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആയിരിക്കണം. അതിൻ്റെ റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആയിരിക്കും. ഒരു സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനമായിരിക്കണം ഇന്ന് കിട്ടുന്നത്. ടു ഫോൾഡ് ചേഞ്ച് ഇൻ എവറി ഇൻപുട്ട് വിൽ റിസൾട്ട് ഇൻ ആൻ എക്സാക്ട്ലി ടു ഫോൾഡ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്. അതായത് നമ്മൾ ഇൻപുട്ട് ഇരട്ടിയായിട്ട് നമ്മൾ ഇൻപുട്ട് കൊടുത്താൽ അത് നമുക്ക് ഔട്ട്പുട്ട് എന്തായിട്ട് കിട്ടണം? ഇരട്ടിയായിട്ട് തന്നെ കിട്ടണം. ഇതാണ് എന്ത്? രണ്ടാമത്തെ അസംഷന്. മൂന്നാമത്തെ എന്താണ്? ഇൻപുട്ട് റിക്വയർമെന്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഇൻ ഈച്ച് സെക്ടർ റിമെയിൻസ് ഫിക്സ്ഡ് ആൻഡ് കോൺസ്റ്റന്റ്. ഇൻപുട്ട് കൊടുക്കുന്നത് ഔട്ട്പുട്ട് വരുന്നതൊക്കെ എന്തായിരിക്കും? ഫിക്സ്ഡ് ആൻഡ് കോൺസ്റ്റന്റ് ആയിരിക്കും. അതേപോലെ തന്നെ ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഇൻ ഈച്ച് സെക്ടർ യൂണിക്കലി ഡിറ്റർമൈൻസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഈച്ച് ഇൻപുട്ട് വിച്ച് ഈസ് പർച്ചേസ്ഡ്. നമ്മൾ വീണ്ടും സെയിം റിപ്പീറ്റ് അടിച്ചിട്ട് തന്നെ പറയുന്നത് നമ്മൾ എത്രയാണോ ഇൻപുട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ച് തന്നെ ആയിരിക്കും അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടിന്റെ ലെവലും. ഓക്കെ, അടുത്താണ് ദ ഫൈനൽ ഡിമാൻഡ്. നാലാമത്തെ അസംഷനെ പറയുന്നത് ദ ഫൈനൽ ഡിമാൻഡ് ഫോർ ദ കമോഡിറ്റീസ് ഈസ് ഗിവൺ ഫ്രം ഔട്ട്സൈഡ് ദ സിസ്റ്റം. നമുക്ക് ചരക്കുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫൈനൽ ഡിമാൻഡ് നമുക്ക് കിട്ടണത് എവിടെ നിന്നാണ്? ഔട്ട്സൈഡ് സിസ്റ്റത്തിന്റെ പുറത്ത് നിന്നാണ്. അതുപോലെ തന്നെ നമുക്ക് ടോട്ടൽ എമൗണ്ട് ഓഫ് പ്രൈമറി ഫാക്ടർ ഈസ് ഓൾസോ ഗിവൺ.
പ്രൈമറി ഫാക്ടർ ആയിട്ടുള്ള ലാബർ, ഇതിൻ്റെയൊക്കെ എമൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ടോട്ടൽ എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് ദ പ്രസൻസ് ഓഫ് ദീസ് ടു അസംഷൻസ്, ഈ രണ്ട് അസംഷൻസ്, അതായത് നമുക്ക് കോമഡിറ്റീസിൻ്റെ ഫൈനൽ ഡിമാൻഡ് കിട്ടുന്ന പുറത്തുനിന്നും അതേപോലെ ലാബറിൻ്റെ ഒക്കെ പ്രൈമറി ഫാക്ടറിൻ്റെ എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇതെന്താണ്, ഇതൊരു ഓപ്പൺ സിസ്റ്റം ആണെന്നാണ് പറയുന്നത്. ഈ രണ്ട് അസംഷൻസ് ഉണ്ടെങ്കിൽ അതെന്താണ്, അതൊരു ഓപ്പൺ സിസ്റ്റം ആണ്, അല്ലെ ഓപ്പൺ മോഡലാണ്. ഇനി ഇതിൽ അതിൻ്റെ വേരിയബിൾസ് ഒന്നും സിസ്റ്റത്തിൻ്റെ ഉള്ളിലാണ് ഡിറ്റർമൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്, അത് ക്ലോസ്ഡ് സിസ്റ്റം ആണെന്നാണ് പറയണത്. അടുത്തൊരു ഹെഡിങ് ആണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ടാബിൾ. ഇൻപുട്ട് ഔട്ട്പുട്ട് ടാബിൾ എന്താണ് പറയണത്? ഇൻപുട്ട് ഔട്ട്പുട്ട് ടാബിൾ ഷോസ് ദ ഡിസ്പോസിഷൻ ഓഫ് ദ ടോട്ടൽ പ്രൊഡക്ട്സ് ആൻഡ് ടോട്ടൽ ഇൻപുട്സ് among different industries. ഓരോ ഇൻഡസ്ട്രീസ് ഇറക്കിയിട്ടുള്ള ഓരോ ടോട്ടൽ പ്രൊഡക്ട്സ്, അതേപോലെ ഓരോ ടോട്ടൽ ഇൻപുട്സ്, അവർക്ക് ഉണ്ടായ പ്രൊഡക്റ്റും ഓരോ ഇറക്കിയ ഇൻപുട്സിൻ്റെയൊക്കെ ഒരു ടാബിളാണ് എന്ത്, ഇൻപുട്ട് ഔട്ട്പുട്ട് ടാബിൾ എന്ന് പറയുന്നത്. X1 ഇനി ടെക്സ്റ്റിൽ ടാബിൾ തന്നിട്ടുണ്ട്. എന്താണ് ആ ടാബിൾ പറയണത്? അതിൽ X1ഉം X2 എന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ ഔട്ട്പുട്ട് ഓഫ് രണ്ട് സെക്ടറിന്റെ ടോട്ടൽ ഔട്ട്പുട്ടാണ് X1 X2 എന്ന് പറയുന്നത്. F1ഉം F2 എന്ന് പറയുന്നത് അതിന്റെ ഫൈനൽ ഡിമാൻഡ് ആണ്, കൺസെപ്ഷൻ ഫോർ ഔട്ട്പുട്ട് ഓഫ് ദീസ് സെക്ടർ. Xij എന്ന് പറയുന്നത് വിൽ ബി ദ എമൗണ്ട് ഓഫ് ഔട്ട്പുട്ട് ഓഫ് ദ ith ഇൻഡസ്ട്രീൻ്റെ എമൗണ്ട് ആണ്, യൂസ്ഡ് അപ്പാൻ ഇന്റർമീഡിയറി ഇൻപുട്ട് ബൈ ദ jth ഇൻഡസ്ട്രി. L represent the given amount of primary factor labor. Li is the amount of primary factor and used in the ith industry. ഓരോന്ന് എന്താണെന്നുള്ളതാണ് പറയണത്. എന്നിട്ട് ആ ടാബിൾ കൊടുത്തിട്ടുണ്ട്. ടാബിൾ X1 units of output of the first industry was produced with the use of X11 units of first good. X1 യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട് ഇൻഡസ്ട്രി ഉണ്ടാക്കിയിട്ടുള്ളത് X11 യൂണിറ്റ്സ് ഓഫ് ഫസ്റ്റ് ഗുഡ് ഉപയോഗിച്ചിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതെന്നാണ് പറയണത്. അതേപോലെ തന്നെ X21 യൂണിറ്റ്സ് ഓഫ് സെക്കൻഡ് ഗുഡ് ആൻഡ് L1 യൂണിറ്റ്സ് ഓഫ് ലാബർ, L1 യൂണിറ്റ് ഓഫ് ലാബറും യൂസ് ചെയ്തിട്ടുണ്ട്. സിമിലർ മീനിങ്സ് വിൽ ഫോളോ ഫോർ അനദർ കോളം 2 and 4. The final demand shows the commodity available for consumption. It is assumed that labor is not consumed directly. ഇതിലെന്താ പറയണത്? ലാബറിനെ ഡയറക്റ്റ് ആയിട്ട് കൺസ്യൂം ചെയ്തിട്ടല്ല ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് പറയണത്. ഓക്കെ, അപ്പോൾ ഈ ടാബിൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ടാബിൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം. അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല. ഓക്കെ, ഈ ചാപ്റ്ററിന് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. മെയിനായിട്ട് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ എവിടെയൊക്കെയാണ് ഇത് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്, പിന്നെ നമ്മൾ അടുത്തെടുക്കാൻ പോകുന്ന ഹോക്കിംഗ് സൈമൺ കണ്ടീഷന്, അതൊക്കെയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഉള്ളതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ ഒന്നുകൂടെ ഉണ്ട് ഇൻപുട്ട്, നമ്മൾ ഇക്വിലിബ്രിയം പറഞ്ഞത്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്തത് നോക്കാം. അടുത്തെന്താണ് ഹോക്കിംഗ് സൈമൺ കണ്ടീഷൻ. നമ്മൾ നെക്സ്റ്റ് പറയുന്നതാണ് എന്ത്, ഹോക്കിംഗ് സൈമൺ കണ്ടീഷൻസ്. എന്താണെന്ന് ഹോക്കിംഗ് സൈമൺ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, ഇഫ് ദ ഇൻപുട്ട് ഔട്ട്പുട്ട് സൊല്യൂഷൻ ഗീവ്സ് നെഗറ്റീവ് ഔട്ട്പുട്ട്സ് ദെൻ ഇറ്റ് മീൻസ് ദാറ്റ് മോർ ദാൻ വൺ ഓഫ് യൂണിറ്റ് ഓഫ് എ പ്രൊഡക്റ്റ് ഈസ് യൂസ്ഡ് അപ്പ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് എവറി വൺ യൂണിറ്റ് ഓഫ് ദാറ്റ് പ്രൊഡക്റ്റ്. ഇറ്റ് ഈസ് നോട്ട് റിയലിസ്റ്റിക് ആൻഡ് സച്ച് എ സിസ്റ്റം ഈസ് നോട്ട് വയബിൾ. എന്താ പറയണത്? ഓരോ യൂണിറ്റിൻ്റെ നിർമ്മാണത്തിന് ഒന്നിലധികം യൂണിറ്റുകൾ എന്ത് ചെയ്യുക, ഉപയോഗിക്കപ്പെടുന്നു. എന്താണ്, ഓരോ യൂണിറ്റിൻ്റെ പ്രൊഡക്ഷന് ഒന്നിലധികം യൂണിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒന്നിലധികം യൂണിറ്റ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗത്തിൽ പെടുന്നുണ്ട്. ഇതെന്തല്ല, ഇതൊരിക്കലും റിയലിസ്റ്റിക് വന്ന യഥാർത്ഥമല്ല, നോട്ട് വയബിൾ. അതെന്താണ്, ഇത് പ്രായോഗികവുമല്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ, അതായത് ഓരോ യൂണിറ്റിൻ്റെ നിർമ്മാണത്തിലും ഒന്നിലധികം യൂണിറ്റുകൾ നമുക്ക് എന്ത് ചെയ്യാണ്, ഉപയോഗിക്കേണ്ടി വരികയാണ്. ഇങ്ങനെയുള്ള അനന്തര സംഭവങ്ങളിൽ നിന്നും ഹോക്കിംഗ് സൈമൺ മോഡൽ കണ്ടീഷൻ എന്ത് ചെയ്യുന്നു, സംരക്ഷിക്കുക ചെയ്യണത്. ഇനി ഹോക്കിംഗ് സൈമൺ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നാണ് പറയണത്. ദർ ആർ ബേസിക് ഇക്വേഷൻ, അതിൻ്റെ ഒരു ഇക്വേഷൻ പറയുന്നുണ്ട്. എന്നിട്ട് എന്താണ് ഹോക്കിംഗ് സൈമൺ കണ്ടീഷൻസ്? എന്താണ്, ഏതൊരു മേഖല ദ ഡിറ്റർമിനന്റ് ഓഫ് ദ മെട്രിക്സ് മസ്റ്റ് ഓൾവേസ് ബി പോസിറ്റീവ്. ഒന്നാമത്തേതാണ് മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം. രണ്ടാമത്തേത് ദ ഡയഗണൽ എലമെന്റ്സ് ഷുഡ് ഓൾ ബി ദ പോസിറ്റീവ്. ഇൻ അതർ വേർഡ്സ് എലമെന്റ്സ് A11 A22 ഷുഡ് ഓൾ ബി ലെസ് ദാൻ 1. ദാറ്റ് മീൻസ് എന്ത് ചെയ്യണം, എല്ലാം ഒന്നിന് കുറവായിരിക്കണം. അതിനർത്ഥം എന്താണ്, 1 യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഓഫ് എനി സെക്ടർ ഷുഡ് യൂസ് നോട്ട് മോർ ദാൻ 1 യൂണിറ്റ് ഓഫ് ഇറ്റ്സ് ഓൺ ഔട്ട്പുട്ട്. ദീസ് ആർ കാൾഡ് ഹോക്കിംഗ് സൈമൺ കണ്ടീഷൻ. ഹോക്കിംഗ് സൈമൺ കണ്ടീഷൻ എന്താണ്, ഡിറ്റർമിനന്റ്, മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എപ്പോഴും എന്തായിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം. അതേപോലെ തന്നെ ഡയഗണൽ എലമെന്റ്സ് എന്തായിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം. വേറെ രീതിയിൽ പറഞ്ഞാൽ എലമെന്റ്സ് ആയിട്ടുള്ള A11 A22 എന്തായിരിക്കണം, ലെസ് ദാൻ 1 ആയിരിക്കണം.
പിന്നെ എന്താ പറയണത്, ഏതൊരു മേഖലയിലും ഒരു യൂണിറ്റ് ഓഫ് ഇൻപുട്ട് ഒരു യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ടിന് അതിൻ്റെ സ്വന്തം ഔട്ട്പുട്ടിൻ്റെ ഒന്നിലധികം യൂണിറ്റുകൾ എന്ത് ചെയ്യണം, ഉപയോഗിക്കരുത്. ഇങ്ങനെ ഒരു കണ്ടീഷനാണ് അത് സൈമൺ വെച്ചിട്ടുള്ളത്. എന്താണ്, ഏതൊരു മേഖലയിലും ഒരു യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ അതിൻ്റെ സ്വന്തം ഔട്ട്പുട്ടിൻ്റെ ഒന്നിലധികം യൂണിറ്റുകൾ എന്ത് ചെയ്യരുത്, ഉപയോഗിക്കരുത് എന്നാണ് ഹോക്കിംഗ് സൈമൺ കണ്ടീഷന് വെച്ചിട്ടുള്ളത്. This condition stipulates that the direct and indirect requirement of any commodity to produce 1 unit of that commodity must also be less than 1. ഈ കണ്ടീഷൻസ് എന്താണ്, ഒരു കോമഡിറ്റിൻ്റെ ഒരു യൂണിറ്റ് ഉപയോഗിക്കുന്നതിനുള്ള ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള റിക്വയർമെൻറ്റിനെ ഒരു യൂണിറ്റിനേക്കാൾ കുറവായിരിക്കരുത് എന്നാണ് എന്ത് ഈ കണ്ടീഷൻസ് പറയുന്നത്. എന്താണ്, ഒരു കോമഡിറ്റിൻ്റെ ഒരു യൂണിറ്റിൽ ഉപയോഗിക്കുന്നത് ഡയറക്റ്റോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റോ ആയിക്കോട്ടെ, അതെന്ത് ചെയ്യരുത്, ഒരു യൂണിറ്റിനേക്കാൾ കുറയരുത് എന്നാണ് എന്ത് ഈ കണ്ടീഷൻസ് പറയണത്, ഹോക്കിംഗ് സൈമൺ കണ്ടീഷൻ പറയണത്. അടുത്തതാണിത് ക്ലോസ്ഡ് ആൻഡ് ഓപ്പൺ ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡൽ. എന്താണ് ക്ലോസ്ഡ് ആൻഡ് ഓപ്പൺ ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡൽ? എന്താണ്, ഇൻ ദ അബോവ് എക്സാമ്പിൾ ബിസൈഡ്സ് 2 industries our model contains exogenous sector of final demand which supplies primary input factors. ഈ പറയണ മോഡല് എന്താണ്, ഇൻപുട്ട് ഫാക്ടർ ഇൻപുട്ട് ഫാക്ടർ ആയ ലേബർ സർവീസ് എന്ത് ചെയ്യുന്നുണ്ട്, സപ്ലൈ ചെയ്യുന്നുണ്ട്. വിച്ച് ആർ നോട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ 2 industries, മറ്റ് 2 industries പ്രൊഡ്യൂസ് ചെയ്തതല്ല. ആൻഡ് കൺസ്യൂംസ് ദ ഔട്ട്പുട്ട് ഓഫ് 2 producing industries not as input, such as input output is known as open model. എന്താ പറയണത്, രണ്ട് ഇൻഡസ്ട്രീസ് ഉൽപ്പാദിപ്പിക്കുന്ന ലാബർ തൊഴിൽ സേവനങ്ങൾ, ലാബർ സർവീസസ്, അതൊക്കെ എന്ത് ചെയ്യുക, അതൊക്കെ നൽകുകയും അതേപോലെ 2 ഉൽപ്പാദന വ്യവസായങ്ങളുടെ ഇൻപുട്ട് ആയിട്ടല്ല അവരെന്ത് ചെയ്യാണ്, ഉൽപ്പാദനം ഉപയോഗിക്കുകയും ചെയ്യണത്. എന്താ പറയണത്, 2 ഇൻഡസ്ട്രികൾ ഉൽപ്പാദിപ്പിക്കുന്ന ലാബർ സർവീസസ് നൽകുകയും അതേപോലെ തന്നെ 2 ഉൽപ്പാദന വ്യവസായങ്ങളുടെ ഇൻപുട്ട് ആയിട്ടല്ല ഉൽപ്പാദനം ഉപയോഗിക്കുകയും ചെയ്യുന്നത്. അതാണ് ഓപ്പൺ മോഡേൺ എക്സോജീനിയസ് സെക്ടറിൽ ആയിട്ടുള്ള ഫൈനൽ ഡിമാൻഡിൽ ഇതാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്. അടുത്ത എന്താണ്, ഇറ്റ് ഇൻക്ലൂഡ്സ് എക്സോജീനിയസ് സെക്ടേഴ്സ് ഇൻ ടേംസ് ഓഫ് ഫൈനൽ ഡിമാൻഡ് ബിൽ അലോങ് വിത്ത് എൻഡോജീനിയസ് സെക്ടേഴ്സ് ഇൻ ടേംസ് ഓഫ് എൻ പ്രൊഡ്യൂസിംഗ് സെക്ടേഴ്സ് I0 ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡൽ വിച്ച് ഹാസ് എൻഡോജീനിയസ് ഫൈനൽ ഡിമാൻഡ് സെക്ടർ ഈസ് നോൺ ആസ് ക്ലോസ്ഡ് മോഡൽ. എന്താ പറയുന്നത്, ഫൈനൽ ഡിമാൻഡ് ബില്ലിന്റെ അടിസ്ഥാനത്തിൽ എക്സോജീനിയസ് സെക്ടേഴ്സിന്റെ ഉൽപാദന മേഖലയുടെ അടിസ്ഥാനത്തിൽ എൻഡോജീനിയസ് സെക്ടേഴ്സ് ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഫൈനൽ ഡിമാൻഡ് ബില്ലിന്റെ അടിസ്ഥാനത്തിൽ എക്സോജീനിയസ് സെക്ടേഴ്സിന്റെ ഉൽപാദന പ്രൊഡ്യൂസ് ചെയ്യണ മേഖലയുടെ അടിസ്ഥാനത്തിൽ എൻഡോജീനിയസ് സെക്ടേഴ്സും ഇതിലെന്താണ് ഇൻക്ലൂഡ് ആണ്. ഇതിനെന്താ പറയണത്, ഇതിനെ ക്ലോസ്ഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡൽ എക്സോജീനിയസ് ഫൈനൽ ഡിമാൻഡ് സെക്ടറാണ് ഇതിനെ ക്ലോസ്ഡ് മോഡൽ എന്നും പറയുന്നു. അപ്പോൾ ഈ ചാപ്റ്റർ ഇതോടുകൂടി ക്ലോസ് ആവുകയാണ്. അപ്പോൾ നമ്മളിതിൽ മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എന്തായിരുന്നു, ഫസ്റ്റിൽ നമ്മൾ പറഞ്ഞ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റ. അങ്ങനെ അതിന് എന്ത് ചെയ്യും, ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരാം, നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിനെ മെട്രിക്സ് രൂപമാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ്റെ ഹെഡ്സൊക്കെ എഴുതുക, അതിൻ്റെ കണ്ടൻസ് ഒക്കെ മെട്രിക്സ് രൂപത്തിലാക്കി എഴുതിയാൽ നിങ്ങൾക്ക് എന്താണ് ഈസിയാണ്. അടുത്തത് നമ്മൾ മാർക്കറ്റ് ഡിമാൻഡ് ആൻഡ് ഇക്വിലിബ്രിയം പറഞ്ഞു. ഒരു ഇക്വിലിബ്രിയത്തിൽ ഡിമാൻഡ് സപ്ലൈ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഡിമാൻഡിൻ്റെയും സപ്ലൈൻ്റെയും ഇക്വേഷൻസ് വെച്ചിട്ട് അതിനെന്ത് ചെയ്യുക, സോൾവ് ചെയ്യാൻ പഠിക്കുക. ദെൻ നാഷണൽ ഇൻകം മോഡൽ. അവിടെ എന്താണ്, ഏത് ഇതിലാണ് ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആണെന്നുള്ളതാണ് ആ ഒരു ടോപ്പിക്കിൽ പറയുന്നത്. പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസിൻ്റെ അസംഷൻസ് എന്തൊക്കെയാണ് പറഞ്ഞു. ഇൻപുട്ട് ഔട്ട്പുട്ട് ടേബിൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ നോക്കേണ്ടത് എന്താണ്, ഹോക്കിൻസ് സൈമൺ കണ്ടീഷനാണ്. ഹോക്കിൻസ് സൈമൺ നമ്മൾ 2 കണ്ടീഷൻസ് പറഞ്ഞു. ഇതോടുകൂടി ഈ ചാപ്റ്റർ എന്ത് ചെയ്യാണ്, ക്ലോസ് ആവണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ 3-4 കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഈ ചാപ്റ്റർ അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. പ്രോബ്ലംസ് ഒക്കെ ഇതിൻ്റെ ബാക്കിൽ ഒരുപാട് പ്രോബ്ലംസ് എക്സസൈസസും അതിൽ തന്നെ അതിൻ്റെ ആൻസേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് എന്ത് ചെയ്യാം, ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.